അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ചിക്കൻ കറി വർക്കാണ്. ചിക്കൻ കറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ചിക്കൻ കറി വർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒത്തിരി തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഡിസൈനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മാംഗോ മോട്ടീഫാണ് ഇതിൻ്റെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അതിൻ്റെ അകത്ത് നമ്മൾ ജാലി വർക്കാണ് ചെയ്യുന്നത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജാലി വർക്ക് ചെയ്യുന്നത്. ചിലവർ ഇതിന് ഡ്രിൽ സ്റ്റിച്ച് എന്ന് പറയും, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ നെറ്റ് സ്റ്റിച്ച് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഹോൾസ് ആയിട്ട് വന്നിട്ട് ആണ് നമ്മൾ ജാലി വർക്ക് ചെയ്യുന്നത്. ജാലിയിൽ തന്നെ പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജാലി വർക്ക്സ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജാലി വർക്കാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു മാംഗോ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ സാധാരണ ആങ്കർ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ആങ്കർ ത്രെഡിന് പകരം പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഉള്ളിൽ ഈ പുറത്തേക്കൂടെ ഉള്ളതെല്ലാം ചെയ്യുന്നത്. ഉള്ളിൽ ജാലി വർക്ക് ചെയ്യാൻ നേരത്ത് ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, പേൾ കോട്ടൺ ത്രെഡ് അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഈ ചിക്കൻ കറി വർക്കെല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനും ഇതിൻ്റെ അകത്ത് വെള്ള തന്നെ ത്രെഡ് യൂസ് ചെയ്താണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ പേൾ കോട്ടൺ ത്രെഡ് ഒരു സ്ട്രാൻഡാണ് എടുത്തിട്ടുള്ളൂ, 2 സ്ട്രാൻഡ്സ് എടുത്തിട്ടില്ല. 2 സ്ട്രാൻഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പോർഷൻ മാംഗോയുടെ ഈ ഔട്ടർ പോർഷൻ നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ടിപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുന്ന പോലെ അത്ര അടുപ്പിച്ചല്ല ചിക്കൻ കറി ഇതിൽ വരുമ്പോൾ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത്തിരി അകത്തി തന്നെ നമ്മൾ തയ്ക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ 2 ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തടിച്ച് നിൽക്കാം. ആ തടിച്ച് നിൽക്കുമ്പോഴാണ് ചിക്കൻ കറി വർക്കിന് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ കുത്തി എടുക്കണം എന്നൊന്നുമില്ല. മറ്റേ പാട് കഴിഞ്ഞ തവണ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എടുക്കണ്ടേ എന്നുള്ളത്. ആ രീതിയിൽ ആയാലും എടുത്താൽ മതി. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഫില്ല് ചെയ്ത് ഷാഡോ വർക്ക് യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജാലി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന വർക്കാണ്. പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ആ ഹോൾസൊക്കെ വന്നത് ജാലിയുടെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോ, ജനൽ എന്നാണ്. അപ്പോൾ അതുപോലെ ജനലിനെ പോലെ ഇങ്ങനെ ഹോൾസ് ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് തുണിയിൽ. ഇത് യൂഷ്വലി ഈ വർക്ക് ചെയ്യുന്നത് ഷിഫോൺ മെറ്റീരിയൽ അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലൊക്കെ തയ്ച്ചാലാണ് കുറച്ചും കൂടെ ആ ഹോൾസ് വരുന്നത് നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ തയ്ച്ച് കാണിക്കുന്നത് സാധാ നോർമൽ ഒരു ഓർഗൻഡി മെറ്റീരിയലിലാണ് ഞാനിവിടെ തയ്ച്ച് കാണിക്കുന്നത്. അതിന് പകരം നിങ്ങൾ തയ്ക്കുമ്പം അതൊരു ജോർജറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽ, ട്രാൻസ്പെറൻറ്റ് ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ തയ്ക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുമായിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്ട്രാൻഡ് അല്ല 2 സ്ട്രാൻഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുവരെ 2 വട്ടം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ത്രെഡ്. ഇത് പേൾ കോട്ടൺ ത്രെഡ് ആട്ടോ, 2 വട്ടം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഫാൻഡ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 1, 2, 3 വട്ടം നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ എന്തോരം തടുപ്പ് വേണമെന്ന് വെച്ചാൽ അത്. ഇപ്പോൾ ആങ്കർ ത്രെഡ് എടുക്കണമെങ്കിൽ 6 സ്ട്രാൻഡ്സോ 12 സ്ട്രാൻഡ്സോ എടുത്ത് തയ്ക്കുക. ആ ഫുൾ വർക്കിനൊരു എടുപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഈ ഒരു സ്റ്റിച്ച് തയ്ച്ചാലാണ് എടുപ്പ് കിട്ടുക.
ഇങ്ങനെ തിക്കായിട്ട് തന്നെ തയ്ക്കണം, എന്നാലാണ് അതിനൊരു ഭംഗി കിട്ടുള്ളൂ. അടുപ്പിച്ചും കുറേ തയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഷാഡോ വർക്കും അതുപോലെ തന്നെ ഫാൻറ്റ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട് ചുറ്റും. വൈറ്റിൽ വൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി ഇതിൻ്റെ നടുക്കാണ് നമ്മൾ ജാലി വർക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാർട്ടീഷൻ വരയ്ക്കാം. ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ബിഗ്നേഴ്സ് ആണെങ്കിൽ മാത്രം ഇങ്ങനെ വരച്ച് വെച്ചാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി തയ്ച്ച് പോകാം. നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചത് തന്നെ. പെൻസിൽ വെച്ച് വെള്ള ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് തയ്ക്കേണ്ടത്. അതുകൊണ്ട് ഡാർക്കായിട്ട് വരയ്ക്കരുത്, ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതിൻ്റെ എന്നിട്ട് തൊട്ടടുത്ത് തന്നെ എത്രയും കുഞ്ഞിതാക്കി തയ്ക്കാമോ അത്രയും നല്ലത് കേട്ടോ. അടുപ്പിച്ച് തയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ഭംഗി കൂടുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ നിങ്ങൾ വരച്ചു. നമ്മൾ രണ്ട് സൈഡിലും വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ മേളിലോട്ടുള്ള ഭാഗവും വരച്ചിട്ടുണ്ടേ. ഇനി നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ ഇതുപോലെ സിഗ്സാഗ് ആയിട്ട് അല്ലെങ്കിൽ ട്രയാങ്കിൾസ് പോലെ അടുപ്പിച്ച് ട്രയാങ്കിൾസ് വരയ്ക്കുക. ഇത് വരയ്ക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒരു വട്ടം തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാകും. ഇതിവിടം വരെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തോട്ടാണ് നമ്മൾ പോകുന്നത്. താഴെ ഇതുപോലെ തന്നെ ട്രയാങ്കിൾ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് ഫോം ചെയ്യുക. ക്ലോസ് ചെയ്ത് വരയ്ക്കുക താഴത്തോട്ട്. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുക കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ, ഇങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്യുക അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പ് ഫോം ചെയ്യുക. ഇതുപോലെ തന്നെ അങ്ങോട്ടേക്കും. അപ്പോൾ ഇങ്ങനെയാണ് അത് ക്ലിയറായിട്ട് നമുക്ക് തയ്ക്കേണ്ടത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ ഡയമണ്ട് ഷേപ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ഇത് ഇങ്ങനെ വരയ്ക്കണം എന്നില്ല, വരയ്ക്കേണ്ട സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ 2 സ്ട്രാൻഡ്സ് ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒരേ വട്ടം എടുക്കുമ്പോൾ നല്ലോണം വലിക്കുക. അതാണ് ഇതിൻ്റെ ഒരു നമ്മൾ തയ്ക്കുമ്പോൾ ആ ഹോൾസ് നല്ലോണം വരാൻ വേണ്ടി നല്ലോണം വലിക്കണം എപ്പോഴും. എന്നാലാണ് കൃത്യമായിട്ട് നമുക്ക് വൃത്തിയായിട്ട് ആ ഹോൾ വലുതായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെയാണ് ട്രയാങ്കിൾസാണ് നമ്മൾ തയ്ച്ച് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ സ്ലാൻഡിങ് ലൈനാണ് വരേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഫ്രെയിം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണേ. എൻ്റെ ഒരു ഇതിന് സൗകര്യത്തിന് ഞാൻ പിടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ട്രയാങ്കിളാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. നല്ലോണം വലിക്കുക. അപ്പോൾ ഇത് ഇവിടെ ഹോൾ ഫോം ചെയ്തു. ഇനി ഈ ട്രയാങ്കിൾ ഇപ്പം ഈ ഒരു സൈഡേ വന്നിട്ടുള്ളൂ, ഈ സൈഡ് വന്നിട്ടില്ല. അപ്പോൾ ഈ സൈഡ് വരണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി അടുത്ത ട്രയാങ്കിളിൻ്റെ ടിപ്പിലോട്ട് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ ഇനി ഈ താഴത്തത്. അപ്പോൾ ഈ ഒരു ഹോളിൽ രണ്ടാമത്തെ വട്ടമാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബേസാണ് നമ്മൾ തയ്ക്കുന്നത്.
ഈ ട്രയാങ്കിളിൻ്റെ ഇങ്ങോട്ടേക്ക് വരണം അല്ലേ. വീണ്ടും ഈ ഹോളിൽ രണ്ടാമത്തെ വട്ടമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 2 വട്ടം കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഹോളിൻ്റെ വലിപ്പം കാണാമല്ലോ. ഇതിനിപ്പോൾ വലിപ്പം കുറച്ചും കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ഓർഗൻറ്റി മെറ്റീരിയലിലാണ് നമുക്ക് ഈ ഒരു സൈസിലെ ഹോള് കിട്ടണത്. നമുക്ക് ഇപ്പം ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹോളിന് വലിപ്പം കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ തയ്ച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേളിലും താഴെയായിട്ട് നമ്മൾ തയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തയ്ച്ചു. മേളിൽ അങ്ങനെ നമ്മൾ തയ്ച്ചു പോകണം. സെയിം ഹോളിൽ തന്നെ എടുക്കണം, വേറെ ഹോളിലൊന്നും പോകരുത്. ഒരു ത്രെഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കരുത്. ആ ഹോളിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇപ്പം നമ്മൾ ഈ ഒരു എൻഡിലെത്തിയിട്ടോ. ഇനി നമ്മൾക്ക് അപ്പുറത്തെ താഴത്തോട്ടാണ്, ഇങ്ങോട്ടേക്കാണ് തയ്ച്ച് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി താഴത്തോട്ട് വന്നെങ്കിൽ നമ്മൾ തയ്ച്ചതിൻ്റെ അത് ആ മാതിരി തന്നെ താഴെയും തയ്ക്കേണ്ടത്. താഴത്തോട്ട് വരണം. അപ്പോൾ താഴെ ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ആ ക്ലോസിങ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഈ സെയിം ഹോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ മേലത്തെ ട്രയാങ്കിളിൻ്റെ നടുക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ നടുക്ക് പോർഷനിലായിരിക്കും ഇവിടെ നീഡിൽ നമ്മൾ പൊക്കിയെടുക്കുന്നത്. അടുത്ത ട്രയാങ്കിളിൻ്റെ മിഡ് വേ നമ്മൾ എടുക്കുന്നു. അതുപോലെ ബാക്കി വീണ്ടും ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് നമ്മൾ മേലിലും താഴെയായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻകറി വർക്ക് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നല്ലോണം ഹോൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പാടില്ല എന്തോരം ഹോൾസാണ് വന്നിരിക്കുന്നത്. ഹോൾസൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് കളർ മാറിയേക്കുന്ന ത്രെഡിൻ്റെ, അത് ഈ പെൻസിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പെൻസിൽ വെച്ച് വരയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് മൈൻഡിൽ ഓർത്തിച്ചാൽ മതി. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇങ്ങനെ ട്രയാങ്കിളായിട്ട് നമ്മൾ തന്നെ തയ്ക്കുക. ട്രയാങ്കിൾ തയ്ക്കുമ്പോൾ ഇവിടുന്ന് താത്തുക, ഇവിടെ താത്തുക, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ താത്തുക, അങ്ങനെ ആ രീതിയിലല്ല തയ്ക്കേണ്ടത്. ഇങ്ങനെ പാരലായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അങ്ങനെ നീഡിലെടുത്തെടുത്ത് തയ്ക്കുക. നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ, സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ ഈ ട്രയാങ്കിൾസ് എല്ലാം ക്ലോസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ഡയമണ്ട് ഷേപ്പ് ഫോം ചെയ്യണം. ആ രീതിയിൽ വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോണതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുവരെ പാരലായിട്ട് തന്നെ തയ്ച്ച് പോകണം. അല്ലാണ്ട് ഇവിടെ കുത്തി ഇവിടെ താത്തി, പിന്നെ ഇവിടെ പൊക്കി ഇവിടെ താത്തി, അങ്ങനെ തയ്ക്കരുത്. ട്രയാങ്കിൾ എങ്ങനെയെങ്കിലും തയ്ച്ചാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ തയ്ക്കരുത്.
ഇങ്ങനെ പാരലായിട്ട് തയ്ക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് ഇത് ക്ലോസ് ചെയ്യാൻ നേരത്ത് വരുമ്പോൾ വീണ്ടും ഈ ഹോളിൽ കൂടെ തന്നെ വീണ്ടും ഒരു ഹോളിൽ കൂടെ 2 വട്ടം എടുക്കുന്നുണ്ട് നീഡിൽ. അപ്പോൾ നല്ലോണം നമ്മുടെ ഹോൾസ് വലുതാകും. പ്രത്യേകിച്ച് ജോർജറ്റ് മെറ്റീരിയലൊക്കെ തയ്ക്കണമെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് ഹോൾസ് കിട്ടും, കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും കാണാനായിട്ട്. ഇതിലും നല്ല ഭംഗി അങ്ങനത്തെ മെറ്റീരിയലിൽ തയ്ക്കുന്നത് ഓർഗൻറ്റീനേക്കാളും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുക, എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജാലി വർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിട പറയുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.